പഹൽഗാം ഭീകരാക്രമണം പുനരാവിഷ്കരിച്ച് NIA. ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദാണെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സൈന്യം ഭീകരരെ വളഞ്ഞെന്നാണ് റിപ്പോർട്ട്. കുൽഗാമിലെ വനമേഖലയിൽ ഓപ്പറേഷൻ തുടരുകയാണ്. വിവരങ്ങളുമായി ആദിൽ പാലോടാണ് ചേരുന്നത്. ആദിൽ, ഈ നിമിഷം നടക്കുന്ന ഏറ്റുമുട്ടൽ ഓപ്പറേഷനൊക്കെ അത്രത്തോളം നിർണായകം തന്നെയാണ്. എന്തായാലും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്ത്, എവിടെ വെച്ച്, എത്ര ഭീകരരെ കണ്ടു, അത്തരം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കില്ല. അത് കാരണം ആ പരിശോധനകളെ കൂടി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. എന്തായാലും നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആദിൽ? കുൽഗാം വനമേഖലയിൽ ഭീകരരെ കണ്ടു എന്നുള്ളതാണ് നിലവിൽ സൈന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ. റോഷ്നി, അത് വളരെ പ്രധാനവുമാണ്. ഈ ഭാഗത്തു നിന്നും ബൈസണിൽ നിന്നും ഭീകരാക്രമണത്തിനു ശേഷം പൈൻമരക്കാടുകളിലേക്ക് ഒളിച്ചു കടന്നു കഴിഞ്ഞ ഭീകരരെ 2-3 സ്ഥലങ്ങളിൽ വെച്ച് നേരത്തെ തന്നെ സൈന്യം കണ്ടിരുന്നു. സൈന്യം എത്തുമ്പോഴേക്ക് അവർ അവിടെ നിന്ന് കടന്നു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് കുൽഗാമിന്റെ വനമേഖലയിൽ ഭീകരരെ വളഞ്ഞുകൊണ്ടുള്ളൊരു നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. കൃത്യമായി സൈന്യവും പിന്നീട് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഭീകരരെ ജീവനോടെ തന്നെ പിടികൂടണമെന്ന നിർദ്ദേശം ജമ്മു കാശ്മീർ പോലീസ്, CRPF, കരസേന എന്നിങ്ങനെ വിവിധ ഏജൻസികൾ, സംഘങ്ങൾ ചേർന്നുള്ള ഓപ്പറേഷനാണ് വനമേഖലയിൽ നടക്കുന്നത്. അവർക്ക് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ പ്രാദേശിക സഹായം ഭീകരർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയം NIAക്ക് കാര്യമായി തന്നെ ഉണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രദേശവാസികളായ നിരവധി പേരെ, 200-ലധികം പേരെ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അടക്കം നിരവധി പേർ ഇപ്പോഴും NIAയുടെ കസ്റ്റഡിയിലാണ്. ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബൈസൺ വാലിയിൽ വീണ്ടും ഭീകരാക്രമണം പുനരാവിഷ്കരിച്ചു കൊണ്ടൊരു അന്വേഷണത്തിലേക്ക് NIA കടന്നിരിക്കുന്നത്. ഭീകരർ ഏത് ഭാഗത്ത് നിന്നാണ് വന്നത്? പൈൻമരക്കാടാൽ ചുറ്റപ്പെട്ടതാണ് ബൈസൺ വാലി എന്ന് നമുക്കറിയാം. മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്ന ബൈസൺ വാലി ആ രൂപത്തിലാണ് ഉള്ളത്. ഏത് ഭാഗത്ത് നിന്നാണ് വന്നത്, ഏത് ഭാഗത്തേക്കാണ്, ഏത് വനമേഖലയിലേക്കാണ് കടന്നു കളഞ്ഞത്, ഇങ്ങനെയുള്ള വിവരങ്ങളാണ് പ്രധാനമായും പുനരാവിഷ്കരിച്ച് കണ്ടെത്തുന്നത്. ഏതൊക്കെ പ്രദേശവാസികൾക്ക് ഇവരെ ഏതെങ്കിലും രൂപത്തിൽ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. റോഷ്നി, ആദിൽ, നമുക്കറിയാമല്ലോ ദൃക്സാക്ഷികളുടെ മൊഴിയെടുപ്പ് എന്തായാലും ഈ ഘട്ടത്തിൽ കൂടുതലായി തന്നെ നടക്കും. കാരണം ഇപ്പോൾ ഈ സിപ്ലൈനറെയൊക്കെ കസ്റ്റഡിയിൽ തന്നെ NIA വെക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മൊഴി, അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ ഒന്നും ചെയ്തിട്ടില്ല എന്നടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഇപ്പോഴും കസ്റ്റഡിയിലാണ് തുടരുന്നത്. അതുമാത്രമല്ല, ഈ ദൃക്സാക്ഷികളുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഈ NIA സംബന്ധിച്ച് അവരെങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? ദൃക്സാക്ഷികളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷമേ അവരെ പുറത്തേക്ക് വിടുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസമ്മിൽ ഇന്നലെയാണ് പോലീസ് എത്തി മുസമ്മിലിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സഞ്ചാരി സിപ്ലൈനിൽ കയറുമ്പോൾ സിപ്ലൈൻ തള്ളിവിടുന്ന വഴിക്ക് അല്ലാഹു അക്ബർ എന്ന ഒരു പ്രാർത്ഥന ഉച്ചരിച്ചിരുന്നു മുസമ്മിൽ. അത് ഉച്ചരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? വെടിവെച്ച് കേട്ടതിന് ശേഷമാണോ സഞ്ചാരിയെ സിപ്ലൈൻ വഴി കടത്തിവിട്ടത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ആ വീഡിയോ കാണുന്നവർക്കുണ്ട്. ഇത് വിശദമായി തന്നെ NIA ഈ മുസമ്മിലിനെ ചോദ്യം ചെയ്തു. സ്ഥിരമായുള്ള പതിവ് പ്രാർത്ഥന മാത്രമാണ് താൻ ചൊല്ലിയത് എന്നാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. മുസമ്മിലിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് എന്നയാളും നമ്മളോട് റിപ്പോർട്ടർ TVക്ക് തന്നെ അങ്ങനെ ഒരു പ്രതികരണവും നൽകിയിരുന്നു. ആ മൊഴിയിൽ NIA പ്രാഥമികമായി വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സാധാരണഗതിയിലൊരു പ്രാർത്ഥന മാത്രമാണ്, അസ്വാഭാവികമായ ഒരു ബന്ധവും മുസമ്മിലിന് ഇല്ല എന്നതാണ് NIAയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു മലയാളി തന്നെ പകർത്തിയ ഭീകരാക്രമണത്തിന് 4 ദിവസം മുൻപുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഭീകരരുടേത് സമാനമായ മുഖച്ഛായുള്ള 2 പേർ കടന്നു പോകുന്നത് ദൃശ്യങ്ങളുണ്ടായിരുന്നു. അത് ഭീകരർ തന്നെ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചില്ല. അങ്ങനെയെങ്കിൽ പ്രാദേശികമായ സഹായം കിട്ടിയെന്ന നിഗമനത്തിലേക്ക് NIAക്ക് എത്തേണ്ടി വരും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ തമ്പടിച്ച് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്ന നിഗമനത്തിലേക്ക് NIA എത്തിയാൽ പ്രദേശവാസികൾ സഹായം ചെയ്തു കൊടുത്തു എന്നതിലേക്ക് കൂടി അതിൽ വിരൽ ചൂണ്ടും. ഏതായാലും ആ രൂപത്തിലുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും വിശദമായി തന്നെ ഇപ്പോഴും നടക്കുകയാണ്. റോഷ്നി, ഓക്കെ, ആദിൽ പാലോടാണ് ചേർന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട